ഹലോ, ഇന്ന് ഞാൻ നിങ്ങളെ ഒരു കൃഷിത്തോട്ടം കാണിക്കാം. ഇതിപ്പോൾ ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇത് ഇവരുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് ഈ കൃഷിത്തോട്ടം സെറ്റാക്കിയിട്ടുള്ളത്. ഇവർക്ക് ഒരുപാട് കൃഷികളുണ്ട്, അതൊക്കെ താഴെ ഒരുപാട് കൃഷികളുണ്ട്. ഇവിടുത്തെ മാമനാണ് ഇതൊക്കെ ചെയ്യുന്നത്, കൃഷിയൊക്കെ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നനയ്ക്കുന്നതും ചെടി നടുന്നതും എല്ലാം, കൃഷിയുടെ എല്ലാ കാര്യങ്ങളും A to Z ചെയ്യുന്നത് ഇവിടുത്തെ മാമനാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പച്ചക്കറികളും അതുപോലെ തന്നെ പഴങ്ങളും ഒക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. ചെറിയ ചെറിയ മരങ്ങളിൽ തന്നെ ഒരുപാട് കായ്കൾ വിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ കാണാൻ ഒരു രസം. ഇതിൽ കുറേ തൈകളൊക്കെ ഓൺലൈനായിട്ടാണ് വാങ്ങിയിട്ടുള്ളതെന്നാണ് എന്നോട് പറഞ്ഞത്. പലതരത്തിലുള്ള നമ്മൾ കാണാത്ത മുന്തിരിവള്ളി അതൊക്കെ ഇതിനകത്തുണ്ട്. ഞാൻ അതൊക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. മുന്തിരിവള്ളിയൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ ഉണ്ടായി നിൽക്കുന്നത്. നമ്മളിങ്ങനെ തോട്ടത്തിലൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുന്നതല്ലാതെ വീടുകളിൽ അങ്ങനെ അധികമൊന്നും ഞാൻ കണ്ടിട്ടില്ല. പച്ചമുളക് തന്നെ ഒരുപാട് തരത്തിലുള്ളതുണ്ട്. ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് ഒരു റെഡ് കളറിലുള്ള ഒരു ചെറുതായി കാണുന്നത് ഒരു ടൈപ്പ് പച്ചമുളകാണ്. അതുപോലെ പലതരത്തിലുള്ള പച്ചമുളകുകളുണ്ട്. അതിനൊക്കെ ഓരോ പേരും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വെണ്ടയാണ് കാണുന്നത്, ഒരു വയലറ്റ് കളറിലുള്ള വെണ്ട. അതുപോലെ തക്കാളി മരത്തിൽ നിറച്ചും തക്കാളി കൊലയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് തക്കാളി ഉണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് കുറച്ച് പഴുത്ത തക്കാളി ഇന്നലെ പൊട്ടിച്ചിരുന്നു, അതുകൊണ്ടാണ് ഇതിങ്ങനെ വെച്ചിട്ടുള്ളത്. ഇതൊന്നും കൂടി പഴുക്കാനുണ്ട്. എന്നാലും അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള തക്കാളിയാണ്. നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ഇത് ധാരാളം തന്നെയാണ്. ഈ കാണുന്നത് മുന്തിരിവള്ളിയാണ്. ഈ മുന്തിരിവള്ളി ഇങ്ങനെ പടർത്തിയിട്ടുണ്ട്, ഈ ടെറസിൽ ഇങ്ങനെ പടർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആർച്ച് ഷേപ്പിൽ ഇങ്ങനെ പടർത്തിയത് കാണാം. ഇതിൽ മുന്തിരി ഉണ്ടാവുമെന്നൊക്കെ നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ട്. അപ്പം മുന്തിരിവള്ളി ഇതൊക്കെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ പടർന്ന് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള പേരയ്ക്ക തൈകളുണ്ട്, പ്ലാവ്, തക്കാളി, വെണ്ട, പച്ചമുളക്, ഡ്രാഗൺ ഫ്രൂട്ട്, ക്യാബേജ്, കോളിഫ്ലവർ അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് ക്യാബേജാണ്. അതിങ്ങനെ വലുതായി വരുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ അതിൻ്റെ ഇതളുകൾ പിടിച്ച് ഇങ്ങനെ കെട്ടി വെക്കണം, അപ്പോഴാണ് ആ റൗണ്ട് ഷേപ്പ് വരുന്നത്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.